20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. ഈ ടൈല് തറയെ കൂടെ നിന്റെ പുറകെ ഓടി ഓടി എന്റെ ബാലൻസ് മൊത്തം തെറ്റി. നിങ്ങളുടെ ബാലൻസ് മാത്രല്ല, നിങ്ങളുടെ സിവിൽ സ്കോറും പോയി കിടക്കാണെന്ന് ഞാൻ അറിഞ്ഞു. ബെന്നിയേട്ടാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനാണെങ്കിൽ എന്റെ വീട്ടുകാരെ എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു തരൂല. ലില്ലി, ആ കുല്ലി, എന്റെ ദൈവമേ, പണ്ടൊക്കെ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ജാതകദോഷവും ചൊവ്വാദോഷവും ഒക്കെ നോക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ സിവിൽ സ്കോർ കൂടി നോക്കേണ്ട അവസ്ഥയായല്ലോ. ഒരാൺപല്ലികൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തല്ലേ. ലില്ലിപ്പല്ലി, ഈ തിയേറ്ററിലുള്ള എല്ലാ 2K കിഡ്സ് പല്ലികളും കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് ആ ക്ലോക്കിനടി ഫാമിലി ആയിട്ട് സെറ്റിൽഡാ. ഇപ്പോഴും 90 കിട്ടായി ഞാൻ മാത്രം സിംഗിൾ ഓംപ്ലേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓംപ്ലേറ്റ് അല്ലടി, ബുൾസൈ. ഈ ഭിത്തിയിലൂടെ നിന്നെ കാണാൻ വേണ്ടി തലതിരിഞ്ഞ് നടന്ന് എന്റെ ഇയർ ബാലൻസ് വരെ തെറ്റിയിരിക്കും. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റൂല. നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നിക്കണം. അതിന് നിന്റെ സത്യം, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ചുമ്മാ കാണിച്ചതാ. എടി കള്ളി, ഈ തിയേറ്ററിലുള്ള എല്ലാ ജന്തുക്കൾക്കും അറിയാം നമ്മൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ നിന്റെ ഒപ്പം. ആ, ഇത്രയും ധൈര്യമുള്ള ആളാണോ കഴിഞ്ഞ ദിവസം സീറ്റിന്റെ അടി വെച്ച് എന്റെ അച്ഛനെ കണ്ടെന്ന് പറഞ്ഞപ്പം വാലും മുറിച്ചോണ്ട് പെടച്ചോണ്ട് വടക്കോട്ട് ഓടിയത്? അത് നിന്റെ അച്ഛനെ കണ്ട് പേടിച്ചൊന്നും അല്ല, പിന്നെ എന്റെ ജീവനെ പേടിച്ചോടിയതാ. ബെന്നിയേട്ടാ, അവിടെ ടിക്കറ്റ് ഒക്കെ കൊടുത്തു തുടങ്ങി. ആൾക്കാർ ഇപ്പൊ കേറി വരും. റിവ്യൂ എടുക്കാൻ വരുന്നവരെ കൊണ്ട് പല്ലികളായ നമ്മളെ ഒന്നും പറയിപ്പിക്കരുത്. ബെന്നിയേട്ടൻ പോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്ത്? പച്ച മലയാളത്തിൽ പറഞ്ഞ തേപ്പ്. ഞാൻ കണ്ടായിരുന്നു അന്ന് ആ മുറിവാലം പല്ലി നീയുമായിട്ട് ആ ബാറോസിന്റെ അന്ന് ആ പ്രൊജക്ട് റൂമിൽ കിടന്ന് ചുറ്റിക്കറങ്ങണം. അയ്യോ, അത് നിങ്ങൾ കറങ്ങാൻ പോയതല്ല, അവന്റെ മുറിഞ്ഞു പോയ വാല് തപ്പാൻ പോയതാ. നിനക്ക് കറങ്ങൽ ഇത്തിരി കൂടുന്നുണ്ട്. എടി ലില്ലി, നീ ഒരു കാര്യം ഓർത്തോ, വാലി മുറിഞ്ഞ തിയേറ്ററിൽ വീണാലും തിയേറ്ററിൽ നിന്ന് വാലി വീണാലും ചീത്തപ്പേര് പടത്തിനാണേ. അങ്ങനെ ഒന്നുമില്ല, ബെന്നിയേട്ടൻ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. അച്ഛൻ ഇപ്പൊ ക്ലോക്കിന്റെ ഇടയിൽ നിന്ന് മുട്ടയും കൊണ്ട് വരുന്ന സമയവാ. നമ്മളെ രണ്ടുപേരെയും കണ്ട ആകെ പ്രശ്നമാവും. അവളുടെ അച്ഛന്റെ ഒരു മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കോടി. നിന്റെ അച്ഛന്റെ മുട്ട കച്ചവടം ഈ തിയേറ്ററിലുള്ള ഒരു ജന്തുക്കൾക്കും നിന്റെ അച്ഛനെ കണ്ണെടുത്താ കണ്ടൂടാ. എന്താന്നോ, ആരെങ്കിലും പറയുന്ന കല്ല് വെച്ച നുണക്ക് അതിന്റെ ഇടയ്ക്ക് കൂടെ കയറി എന്ന് പറഞ്ഞത് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കൊടും സൈക്കോ ലേഡി നിന്റെ അച്ഛൻ. തീർന്നില്ല, കണ്ട പാവം പെൺപലികളിടുന്ന മുട്ട കട്ട എടുത്തോണ്ട് വന്ന് അത് കളറടിച്ച് ജംസ് മിഠായി എന്ന് പറഞ്ഞ് വിൽക്കുന്ന കൊടും ക്രൂരനല്ലേ നിന്റെ അച്ഛൻ. അത്രയല്ലേ എന്റെ അച്ഛൻ ചെയ്തുള്ളൂ. അല്ല, നിന്റെ അച്ഛൻ ചെയ്ത പോലെ സീറ്റിന്റെ അടിയിൽ കിടന്ന മസാല കപ്പലിന്റെ അടുത്ത് കഴുകി ഉണക്കി നിന്റെ അമ്മയ്ക്ക് പുലിപ്പല്ല എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്ത കള്ള ബെടുവയല്ലേടാ നിന്റെ അച്ഛൻ. കപ്പലിന്റെ കഴുത്തെത്തിട്ടുണ്ട് 3 മാസം ഇവന്റെ അമ്മ ഉറും ഭരിച്ചു കിടന്നറിയോ. ലില്ലി, നിർത്തിക്കൊ നിന്റെ കല്ല് വെച്ച പല്ലുനോണ. അവള് അച്ഛനെ പറ്റി അതേ പടം തുടങ്ങി. വെൽക്കം. സീറ്റിന് മുകളിൽ കാൽ കയറ്റി വെക്കരുത്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നമ്മുടെ സീറ്റിനകത്തിരിക്കുന്ന മൂട്ടയുടെ മേത്തും കാലെടുത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഞാൻ ജൂൺ 1 മുതൽ സമരം ചെയ്യും. ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ മൃഗങ്ങളെ യാതൊരു വിധത്തിലും ദ്രോഹിച്ചിട്ടില്ല. ചിത്രീകരണ വേളയിൽ ദ്രോഹിച്ചിട്ടുണ്ടാവില്ല. ഈ പടം കാണിച്ചല്ലേ ഞങ്ങളെ ദ്രോഹിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ നിയമപരമായി ശിക്ഷാർഹമാണ്. കണ്ടാ, ഗവൺമെന്റ് വരെ ഇപ്പൊ നമ്മുടെ കൂടെ. ഈ മനുഷ്യാവകാശ കമ്മീഷൻ പോലെ മൃഗാവകാശ കമ്മീഷനും പറഞ്ഞോന്ന എന്റെ ഒരു അഭിപ്രായം. ഈ കമ്മീഷനൊക്കെ കൂട്ടി നീ എന്തോ ചെയ്യാൻ പോകുന്നു? കച്ചവടം തുടങ്ങാൻ പോകുന്ന എന്റെ ഒരു അഭിപ്രായം ഓൾ കേരള പുരുഷപ്പല്ലി സ്വയം സഹായം സംഘം തുടങ്ങണമെന്നാണ്. നിന്റെയോ? ഞാൻ കാണിച്ചടാ. നീ വാ തുറന്ന നീ വായി ഞാൻ പശ അറിയും. നീ എന്തോന്ന് പറഞ്ഞത്? ഞാൻ തിയേറ്ററിൽ ഒഴിഞ്ഞോണോന്നല്ലേ? നടക്കത്തില്ല. ഞാൻ വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ വരുന്നപ്പോ നീ പോയില്ലെങ്കിൽ ഈ കുട്ടപ്പച്ചലത്തി ആരാണെന്ന് നീ അറിയും. എന്തോ കുട്ടപ്പൻ ചേട്ടാ, ആരോടെ ഈ ദേഷ്യം വിട്ട് വരുന്നുണ്ടേ? എന്റെ പൊന്നു പന്നി. പന്നിയോ? അല്ല, ഞാൻ ആ സ്ക്രീൻ മണ്ണിൽ ഇരിക്കുകയായിരുന്നു. രാവിലെ തന്നെ എവിടെ ഈ ക്രീം മണ്ണൊക്കെ കിട്ടുന്നേ? സ്ക്രീൻ മണ്ണിൽ ഇരിക്കുകയായിരുന്നെന്ന്. അവിടെ നിന്ന് സീറ്റ് എണ്ണി ചെയ്തപ്പോ എനിക്കൊരു ലഡുവിന്റെ പാതി കിട്ടി. അപ്പൊ വെറുതെ സീറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ലഡു ഒക്കെ കിട്ടുമോ? എന്റെ പൊന്നുമോളെ സീറ്റ് എണ്ണി ഇരുന്നപ്പോഴല്ല, സീറ്റ് നമ്പർ C10 ഇരുന്നപ്പോ എനിക്കൊരു ലഡുവിന്റെ പാതി കിട്ടി. അതും കഴിച്ചോണ്ടിരിക്കാൻ നേരത്തെ ഇറങ്ങാട്ട് തുടങ്ങി. ഗ്യാസിന്റെ ആയിരിക്കും. അല്ല, അത് ഫാൻസിന്റെ ആയിരുന്നു. ഞാൻ നോക്കിയപ്പോ പോക്കും കേക്കും പേപ്പറും
സ്ക്രീനിൽ നായകനെ കാണിച്ചപ്പോ ഏറങ്ങാട്ട് തുടങ്ങി. ഞാൻ വിചാരിച്ചു തിയേറ്ററെല്ലാം കൂടെ ഇടിഞ്ഞോളഞ്ഞ് വീരാൻ വഴി. ഞാൻ അപ്പൊ തന്നെ പേടിച്ച് 2 വലയിട്ടു. വല 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 ഇവിടുന്ന് രക്ഷപ്പെട്ട് വരുന്ന വഴിയാ. അല്ല ഇതാര്? പല്ലി. പല്ലിയാ? എടാ അത് പാറ്റയല്ല പല്ലിയാണെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് മാറിക്കോച്ചേ. നിന്റെ പേരെന്തുവാ? എന്റെ പേര് ലില്ലിപ്പല്ലി. ഞാൻ ആ ചുമന്ന തൊട്ടി താമസിക്കുന്ന ചെലപ്പൻ ചേട്ടന്റെ മോളാ. ആ അത് പറ. നിന്റെ അച്ഛനും ഞാനും സർക്കാർ സ്കൂളിന്റെ ഉത്തരത്തിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചവരല്ലേ? അവനല്ലേ എന്നെ കൊച്ചിലെ വലയിടാനൊക്കെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് തന്നെയായിരുന്നല്ലേ പണി? എടാ വല വല. അതെ കുട്ടിനെ വാലിട്ടാട്ടല്ല ഞാൻ പറഞ്ഞത്. കുട്ടി ഇപ്പൊ എന്തിനു പഠിക്കുന്നു? ഞാനിപ്പോ MA EL പിടിക്കാൻ പഠിക്കുക. മിടുക്കി. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, ലില്ലിപ്പല്ലീസ് വ്ലോഗ്. അല്ല എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ചക്രവർത്തി ഉപ്പേരി ഒന്നും അല്ല, സബ്സ്ക്രൈബ്. 2 പല്ലി 1 എലി. അപ്പൊ 3. അല്ല ഈയിടെ എന്റെ പാട്ട് ഭയങ്കര വൈറലായി, കണ്ടില്ല? ഇല്ല കേക്കാൻ പറ്റില്ല മക്കളെ. ഞാൻ വലയിന്നൊന്ന് വീണ് കാലൊടിഞ്ഞ് കമ്പിയിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് കേക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഇപ്പൊ കേട്ടോ. എന്റെ പേര് പല്ലി, എനിക്ക് ഇഷ്ടം തുമ്പി. ടിക്കറ്റ് എടുക്കാൻ സ്ഥലമില്ലാത്ത ഹോളിനുള്ളിൽ അന്നെന്റെ ബാല് തപ്പി വന്നവന്റെ പ്രായം 40. 40. എന്റെ പേര് പല്ലി, എനിക്ക് ഇഷ്ടം തുമ്പി. ടിക്കറ്റ് എടുക്കാൻ സ്ഥലമില്ലാത്ത ഹോളിനുള്ളിൽ അന്നെന്റെ ബാല് തപ്പി വന്നവന്റെ പ്രായം 50. 50. തോം തനക്കനന തക്കനക്ക തക്ക തക്ക തോം ദനും 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 തോം തനക്കനന തക്കനക്ക തക്ക തക്ക തോം ദനും 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 തോം. ഇങ്ങനെ ഇടുന്നു. ഉള്ളത് പറയാലോ. വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ ഫീലിങ്സ്. എട്ടിക്കാലിക്കിപ്പോൾ വന്നു ഫീലിങ്സ്. വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ ഫീലിങ്സ്. എട്ടിക്കാലിക്കിപ്പോൾ വന്നു ഫീലിങ്സ്. പല്ലി കള്ളിട്ടൊരു മുട്ടകള കട്ടൊരു കുട്ടപ്പനോ. പല്ലി കള്ളിട്ടൊരു മുട്ടകള കട്ടൊരു കുട്ടപ്പനോ. അനാവശ്യം പറയല്. അല്ലടാ ഈ സ്ക്രീനിൽ ഓടുന്ന പടം ഏത്? മറ്റേ ഉണ്ണിമൂന്നന്റെ വെട്ടും കുത്തും ചോരക്കളിയെ കൊണ്ടൊരു പടമില്ലേ? പടം നല്ല ഗംഭീര പടം കേട്ടോ. പക്ഷെ അതിനിട്ട പേര് എന്തുവാ പേര്? മറക്കുവോ? മറക്കോ അല്ല മാർക്കോ. ആ പേര് ഞാൻ ഇടയ്ക്ക് മറക്കുവാ. ഓ ആ സിനിമയായിരുന്നോ? അത് ഞാൻ വലയിൽ നിന്ന് കണ്ടായിരുന്നു. ആ നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കി, ഞാൻ ആ ബാൽക്കണ്ണാടി വരെ പോയിട്ട് വരാം. പാൽക്കണ്ണാടിയോ? അല്ല ഈ 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് മേളിൽ പോയിരിക്കുന്നത്. എന്റെ പൊന്ന് വിദ്യാഭ്യാസ നേതാവേ, ബാൽക്കണ്ണാടിയല്ല ബാൽക്കണി. നിന്നെ ഇവിടെ നിന്നാ ഇതിലും വലിയ കെണിയാവും. അപ്പുറം സ്ക്രീനിൽ പടം കഴിഞ്ഞ് ഞാനൊന്ന് വേസ്റ്റ് വല്ലതും ഉണ്ടാന്ന് വല്ലതും പോയി നോക്കിട്ട്. ശരി പോയിട്ടാ. പോയ കുട്ടപ്പൻ ചേട്ടനുണ്ടല്ലോ, ആള് ശരിയല്ല. എന്താ? സ്വന്തം ഭാര്യ പോപ്കോൺ എറിഞ്ഞ പോലാന്ന് നോക്കിയാ കൊടും ക്രൂരനാണ് അയാള്. പിന്നെ ഉണ്ടല്ലോ ഇഡലി എന്നും പറഞ്ഞ് പാറ്റാ ഗുളിക സാമ്പാർ കൂട്ടി തന്നെ കൊല്ലാൻ നോക്കിയ മനുഷ്യനയാള്. ഓ ഭാഗ്യം ബെന്നിയേട്ടൻ അത് കഴിച്ചില്ലല്ലോ. പിന്നെ വിശന്നിരിക്കുമ്പോ പാറ്റാ ഗുളിക സാമ്പാർ കൂട്ടി തന്ന ആരടി തിന്നാത്തത്? എന്നിട്ട് 2 ദിവസം ഇവിടെ വൈറലായി കിടന്നത്. ആ ചുമ്മാ അല്ല, നിങ്ങൾക്ക് എന്നെ കാണുമ്പോ ഒരു ഇളക്കം. എന്തെന്ന്? അല്ല അപ്പൊ നീയാണല്ലേ ആ ട്യൂബെല്ലാം വൃത്തിയേടാക്കിയിട്ടിരുന്നത്? സോറി ഫോർ വൃത്തിയേടാക്കാൻ. അയ്യോ ദേ വന്നു. പക്ഷെ അവളെ വെറുതെ മേലെയാണ് പോയത്. ഫുഡും കെട്ടിയില്ല മാങ്ങല്ലേ. നിങ്ങൾ ഇതിലോട്ട് പോയില്ലേ? ആട് വരുമ്പോ പോവാന്ന് വെച്ച്. ആട് വരുമ്പോ കൂടെ പോവാ. നീ എന്തോ കറവക്കാനാ? മാമ ഇതുപോലെ തന്നെ ഒരു ചളി അടിച്ചവനെയാണ് കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ മടലിനടിച്ചു വന്നത്. പിടിച്ചു കൊടുക്കട്ടെ അവന്മാർക്ക്. അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ആശ പറഞ്ഞിട്ടുമില്ല, നിങ്ങൾ കേട്ടിട്ടുമില്ല. അല്ലടാ ഈ പൊന്മാൻ ഓടുന്ന എവിടെയാ? പൊന്മാൻ ഓടുമല്ലോ, പറക്കുമല്ലേ. നേരത്തെ മടലിനടിച്ചു വന്ന ടീമോടെ ഇപ്പോണ്ട്. പിടിച്ചു കൊടുക്കട്ടാ. ഞാൻ ഈ ശുദ്ധഹാസ്യം അങ്ങ് തിരിച്ചെടുത്ത്. ഞാൻ ആ പാനിന്റെ സൂപ്പർ സ്റ്റാറിന്റെ കട്ടൗട്ടിന്റെ അങ്ങോട്ട് പോവാണ്. വരുന്ന അങ്ങോട്ടോട്ട് എന്തിനായി? രാവിലെ വല്ല ഞണ്ണണ്ടേ? അവിടെ പോയി എന്താ കിട്ടുന്നറിയോ? നല്ല സൂപ്പർ പാല് കിട്ടും, ലഡു വിതരണം, കേക്ക് മുറി, സക്സസ് പായസം, അങ്ങനെ എന്താ കിട്ടുമെന്നറിയോ? ഞാൻ പോവാ. വരുന്ന? ഞാനങ്ങ് വരുന്നില്ല, നീ അങ്ങ് പോയാ മതി. അല്ലടാ നീ ഒറ്റയ്ക്ക് പോയി അടിയൊക്കെ കിട്ടൂലേ? എന്തോ അടി കിട്ടാൻ? എനിക്കാരെയും പേടിയൊന്നുമില്ല. പിന്നെ എന്നെ അടിക്കണമെന്ന് അത്രയ്ക്ക് ദേ ഈ മതിലേക്ക് വരാൻ പറ.
അവനെ ഞാൻ പിടിച്ച് മതിരി കയറ്റും. ഞാൻ പോണ്. ആ വരുന്നുണ്ടേ വാ. അല്ല പിന്നെ ഇത് എന്തൊരു ദേഷ്യോടെ ലില്ലി. അവൻ പറയുന്ന പോലെ എല്ലാം ഒക്കെ കഴിക്കാൻ കിട്ടുമോ? ചിലപ്പോ കിട്ടുമായിരിക്കും. പക്ഷെ വെറുതെ ഇവിടെ മസിൽ പിടിച്ച് നിക്കണ്ടായിരുന്നു. അവന്റെ പിറകെ അങ്ങ് പോയാ മതിയായിരുന്നു. അയ്യോ ഓടിക്കോ. എന്ത് പറ്റി? മറ്റേ ആ ബംഗാളി പെണ്ണുങ്ങൾ വരുന്നുണ്ട് ക്ലീനിങ് എന്നും പറഞ്ഞ്. അപ്പൊ ഫുഡ് കഴിക്കണ്ടേ? എടോ ആദ്യം ഉയരൊന്ന് കാക്കട്ടെ എന്നിട്ടല്ലേ ഞണ്ണല്. എടി ലില്ലി പെണ്ണേട്ടോ. ഓ ചാവാൻ നിൽക്കുമ്പോൾ അവളുടെ ഒരു ഫീലിങ്സ്. എടി വാലും പൊക്കി പിടിച്ചോണ്ട് ഓടി തള്ളടി. ഞാനിതാ വലയിട്ട് പോണേ. അയ്യ ഇപ്പോഴും എടാ വല വല. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്.